ഞാനിപ്പോൾ ഉള്ളത് പന്മന ഗ്രാമപഞ്ചായത്തിലെ പോരൂക്കര വാർഡിലാണ്. ഈ പോരൂക്കര വാർഡിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു കുടുംബാംഗം താമസിക്കുന്ന വീട്ടിലേക്കുള്ള വഴിയാണ്. അതുകൊണ്ട് ഈ കടക്കുന്ന ഈ ദുസ്സഹമായൊരു വഴിയാണ്. ഈ വഴി മൊത്തം നിങ്ങളെ കാണിക്കുക. അപ്പോൾ വർഷങ്ങളായിട്ട് ഇവർ ആൻ്റണി എന്നാണ് അച്ഛൻ്റെ പേര്, അങ്കിളുടെ പേര്. അപ്പോൾ ആൻ്റണി അച്ഛനും ബിയാട്രീസ് ആൻറ്റിയുമാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ അവർ അതുപോലെ തന്നെ അവരുടെ മോളും ഒരു മോനും. കുട്ടിയെ സംബന്ധിച്ച് കുട്ടി ഒരു സുഖമില്ലാത്ത കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയെ കൊണ്ടാണ്, അതുപോലെ ഒരു മോളും. ഈ കുട്ടിയെ കൊണ്ട് സ്കൂളിൽ പോകാൻ ഈ വഴിയാണ് അവർ ഉപയോഗിക്കുന്നത്. ഈ വഴിയെക്കുറിച്ച് നിരവധി സ്ഥലങ്ങളിലെ പരാതികളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുള്ളതാണ്. ഇതൊരു വീട്ടിലേക്കുള്ള വഴിയായതുകൊണ്ട് ആരും തിരിഞ്ഞു നോക്കാതെ ഇട്ടിരിക്കുകയാണ്. ഈ ഒരു വീട്ടിലേക്കുള്ള വഴിക്ക് ഫണ്ട് അനുവദിക്കത്തില്ല എന്നൊന്നുമില്ല. ഇപ്പോൾ പോരൂക്കരയിലും വടക്കുംതല മേക്കിലും ഒക്കെ ഒരു വീട്ടിലേക്കുള്ള വഴി അവർക്ക് നടക്കാൻ സൗകര്യമില്ലാത്തടുത്ത് പഞ്ചായത്തും ഗവൺമെൻറ് അധികാരികളും ഒക്കെ ഉത്തരവാദപ്പെട്ടവരുമൊക്കെ അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള 1-2 കേസുകൾ നമുക്കറിയാം. പക്ഷേ ഇവർ നിരവധി തവണ പരാതിപ്പെട്ടിട്ടും ഇവരുടെ വീട്ടിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു വഴിയാണ്. ഈ വഴിയുടെ അവസ്ഥ വളരെ ദുസ്സഹമാണ്, നമുക്ക് കാണിച്ചു തരാം. അപ്പം രാഷ്ട്രീയം പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അടിയന്തരമായി അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ പന്മന ഗ്രാമപഞ്ചായത്തിലെ ഇവിടുത്തെ വാർഡ് മെമ്പറും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റ്, ഇവരെല്ലാം ഈ പോരൂക്കരക്കാരാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടുത്തെ പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റ് ഇവരൊക്കെ പോരൂക്കരയാണ്. അതുപോലെ തന്നെ വാർഡ് മെമ്പറോടും കൂടിയുള്ള ഒരു അഭ്യർത്ഥനയാണ്, എന്തെങ്കിലും ഇവരുടെ കാര്യത്തിൽ ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ രാഷ്ട്രീയം നോക്കാതെ, മറ്റു കാര്യങ്ങൾ നോക്കാതെ, ഈ ഒരു വീട്ടിലേക്കുള്ള വഴിയെന്നുള്ള ഒരു പരിഗണന നോക്കാതെ ഇതൊന്ന് ചെയ്തു കൊടുക്കാൻ അഭ്യർത്ഥിക്കുക. ആ വഴിയുടെ ആ വളവ് തിരിഞ്ഞു വരുമ്പോൾ അവസ്ഥ ഇനി അങ്ങോട്ട് ഇതാണ് സിറ്റുവേഷൻ. ചെളി കുതിർന്ന് നിൽക്കുകയാണ്. ചെളി അഴുക്ക് നിറഞ്ഞ് അതേപോലെ മരങ്ങളിൽ നിന്ന് ഇലകളും എല്ലാം വീണ് നടക്കാൻ കഴിയാത്ത വളരെ ദുസ്സഹമായൊരു സാഹചര്യമാണ്. ഇതാണ് ഈ വീട്ടിലേക്കുള്ള വഴിയാണ്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അധികാരികളോട് എൻ്റെ ഒരു അഭ്യർത്ഥന. ഈ നമ്മൾ പോകുന്ന ആ വീട്ടിലേക്കുള്ള വഴിയാണ്. ഇത് കനാലാണ്, ചെറിയൊരു കൈവഴി ഒഴുകുന്ന പോലെയാണ് ഇതിലേക്കൂടെ വെള്ളം ഒഴുകുന്നത്. ഇത് കണ്ടോ, ഇതാണ് ഈ വീട്ടിലേക്ക് പോകുന്ന ഫ്രണ്ട് പോർഷനിലെത്തുമ്പോഴുള്ള അവസ്ഥയിലാണ്. കൂടെ ഒഴുകി വരുന്ന അഴുക്ക് വെള്ളം എല്ലാം വന്ന അവസാനം ഡംപ് ചെയ്യുന്നത് ഇവരുടെ വീടിൻ്റെ മുറ്റത്താണ്. ആ വീടിൻ്റെ ഫ്രണ്ട് കിടക്കുന്നത്. ഇതിലേ കൂടെയാണ് ഒരു ഫാമിലി നടന്ന് എല്ലാ ദിവസവും പോയി വരുന്ന ആ വയ്യാത്ത കുട്ടിയടക്കം. അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ അഭ്യർത്ഥിക്കുന്നത്. നമ്മൾ പറഞ്ഞ വീട്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഷാമിൻ ചേച്ചിയുടെ വീടാണ്. അവർ പപ്പ ഉണ്ട്, പ്രായമായ മാതാപിതാക്കളുണ്ട്, ആൻ്റണി അങ്കിളും ബിയാട്രീസ് ആൻറ്റിയും. അപ്പം ഇവർ അതുപോലെ ചേച്ചിക്കൊരു സുഖമില്ലാത്ത കുട്ടിയാണുള്ളത്. ഇത്രയും പേരടങ്ങുന്ന ഈ കുടുംബം ഈ ദൈനംദിനം യാത്ര ചെയ്യുന്നത് വർഷങ്ങളായിട്ട് ഈ അഴുക്കും ചെളിയും നിറഞ്ഞ ഈർപ്പവും നിൽക്കുന്ന ഈ വഴിയിലൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീട്ടുകാർ തന്നെ നിങ്ങളോട് സംസാരിക്കും. എൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് നിങ്ങൾ കണ്ടത്. ഞാൻ വർഷങ്ങളായിട്ട് ഈ വഴിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പലയിടത്തും പല വർഷങ്ങളായിട്ട് ഇങ്ങനെ ഓരോ അപേക്ഷയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ഇതുവരെ ഒരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല. എനിക്ക് വയ്യാത്തൊരു മോനുണ്ട്. ആ മോനെ ഇന്ന് രാവിലെ വൈകുന്നേരം സ്കൂളിൽ പോകുകയും ചെയ്യുന്നത് ഈ വഴി കൂടാണ്. ഒരു കുട പിടിച്ച് നടന്നു പോകാൻ പറ്റില്ല. മഴയായിക്കഴിഞ്ഞാൽ ഒരു തരത്തിലും പറ്റില്ല. 4 വശവും വെള്ളമാണ്. ഒഴുകി വരുന്ന വെള്ളമെല്ലാം നമ്മുടെ വീടിൻ്റെ പരിസരത്താണ് കിടക്കുന്നത്. ഈ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ കുഞ്ഞിന് എപ്പോഴും പനിയും അസുഖമാണ്. ഇപ്പോൾ തന്നെ പനിയും മൂക്കൊലിപ്പും എല്ലാം ആയിട്ട് ഇരിക്കുന്ന അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. ഇത് കണ്ട് മനസ്സിലാക്കി ഇതിനുള്ള പരിഹാരം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് അറിയിക്കുന്നു. നമ്മളതാണ് ഈ വീഡിയോയിലൂടെ ആവശ്യപ്പെടുന്നത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, രാഷ്ട്രീയമൊന്നും പറയുന്നില്ല.
അത്തരം കാര്യങ്ങളും അല്ല ഇവരുടെ പ്രശ്നം. വഴി എന്ന് പറയുന്ന ഒരു പ്രശ്നം ഒരു വീടാണെന്നുള്ള ഒരു കേസ് വെച്ച് പരിഗണിക്കാതിരിക്കാതെ നമ്മുടെ സമീപ വാർഡുകളിൽ പലർക്കും അത്തരത്തിലൊരു വീടുകളുള്ളിടത്ത് ഈ പറയുന്ന വഴി പ്രശ്നം വന്നപ്പോൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവരികയാണ്. അടിയന്തരമായി ഈ വിഷയം പരിഹരിക്കണമെന്ന്